രണ്ട് മനുഷ്യന്മാരെ കൊന്നിട്ട് അറസ്റ്റ് ചെയ്തു. രണ്ടാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവരുടെ നടക്കുകയാണ് നമ്മുടെ ആളുകളെ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു MLA ഉണ്ട്. നിങ്ങളെ ആളെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാലത്തും ആളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിന് ദ്രോഹിയാണെന്ന്. ഒരു കാലത്തും ആളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിന് ദ്രോഹിയാണെന്ന്. ഒരു കാലത്തും ആളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിന് ദ്രോഹിയാണ്. വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരാണ്? കുഞ്ഞി ഹംസയെയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. അത് ഈ വരുന്ന 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളുടെ ജനാധിപത്യാവകാശം ഈ അരുംകൊലയാളികളെ കൂട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മരണ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീനിന്റെ പേരിലുള്ള ഒരപേക്ഷ മാത്രമായിട്ട്. MLA ആവാത്ത ആള് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി മന്ത്രിയാകുമോ? എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. ഇനി അതല്ല, ആ വ്യക്തി വിജയിച്ചോ? അത് പരാജയപ്പെട്ട വ്യക്തിയാണോ മന്ത്രിയായിരിക്കുന്നത്? നിങ്ങൾ ചോദിക്കും ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. പറയുന്നത് മണ്ണാർക്കാട്ട് മത്സരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആയി മത്സരിച്ച അഡ്വക്കേറ്റ് N. ഷംസുദ്ദീനെ കുറിച്ചാണ് പറയുന്നത്. N. ഷംസുദ്ദീന് 2026 VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. ആ മന്ത്രിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം വിജയിച്ചോ? അദ്ദേഹം എങ്ങനെയാ മന്ത്രിയായത്? വകുപ്പില്ലാലോ. കാരണം ഷെയ്ഖുന പരാജയപ്പെടുത്താൻ പറഞ്ഞതാണല്ലോ, അല്ലേ? എക്കാലത്തും പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞതാണല്ലോ ഷെയ്ഖുന. അതും മണ്ണാർക്കാടാണല്ലോ ആ മനുഷ്യൻ മത്സരിച്ചത്. പക്ഷെ ആ മനുഷ്യൻ മന്ത്രിയായോ? ഷെയ്ഖുന പരാജയപ്പെടുത്താൻ പറഞ്ഞ ആള് മന്ത്രിസഭയിൽ അതെങ്ങനെ എന്നെനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ ക്ലിപ്പിൽ ഈ സുഹൃത്ത് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? മണ്ണാർക്കാട് ഷംസുദ്ദീൻ എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടും ആഹ്വാനം ചെയ്തിട്ടും ആ ഷംസുദ്ദീൻ വിജയിച്ചു. 2 പ്രാവശ്യം വിജയിച്ചു. ഇപ്പോൾ മന്ത്രിയായി. അപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ വാക്കുകൾ, ആഹ്വാനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതിനെതിരാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ കാന്തപുരം ഉസ്താദിനെ കൊച്ചാക്കാൻ വേണ്ടിയാണ് ഈ സുഹൃത്ത് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 4 തവണയായിട്ട് മണ്ണാർക്കാട്ട് നിന്ന് അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ വിജയിച്ചിട്ടുണ്ട്. ഇവിടെ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നതെല്ലാം എല്ലാ ജനങ്ങളും അംഗീകരിച്ചാൽ പിന്നെ ഇവിടെ ലോകം നന്നായില്ലേ? പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാർ പറയുന്നത് എല്ലാ ജനങ്ങളും അനുസരിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ നരകമെന്ന് പറയുന്ന സാധനം തന്നെ എല്ലാ ജനങ്ങളും പണ്ഡിതന്മാരും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരും മഹാന്മാരും പറഞ്ഞതൊക്കെ അനുസരിച്ചാൽ ഇവിടെ നരകത്തിൻ്റെ ആവശ്യമില്ല, എല്ലാവരും സ്വർഗത്തിലെത്തും. പിന്നെ പണ്ഡിതന്മാർ പറയേണ്ടത് പറയണം, അതാണ്. അപ്പോൾ ചില ആളുകൾ അത് അംഗീകരിക്കും. ഇവിടെ തന്നെ ഷംസുദ്ദീൻ്റെ എതിരാളികളായ ആളുകൾക്ക് ആരും വോട്ട് ചെയ്തിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. കുറേ ആളുകൾ ഷംസുദ്ദീന് ചെയ്തു, കുറച്ചാളുകൾ മറ്റാളുകൾക്കും ചെയ്തു. അങ്ങനെയാണ്. മുമ്പാരോ ചോദിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് വോട്ടൊക്കെ ചെയ്തപ്പോൾ ആരാണ് ജയിക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാം, എന്നാൽ നീ പറ. കൂടുതൽ ആർക്കാണോ വോട്ട് കിട്ടിയത് അവർ ജയിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് കൂടുതൽ വോട്ട് ഇവിടെ ഷംസുദ്ദീന് കിട്ടി, അങ്ങനെ അവൻ ജയിച്ചു എന്നാണ്. അല്ലാതെ ഒരാളും കാന്തപുരം പറഞ്ഞതനുസരിച്ചിട്ടില്ല എന്ന് പറയാൻ കുറച്ച് ആളുകൾ, കുറച്ച് കൂടുതൽ ആളുകൾ
കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ചെവിക്കൊണ്ടിട്ടില്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുകയുള്ളൂ. കുറേ ആളുകളും അത് ചെവിക്കൊള്ളുകയും അനുസരിക്കുകയും ചെയ്ത് അങ്ങനെ ശംസുദ്ദീനെതിരായി വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട്. ഈ വിജയിച്ച 2026 4ാം തവണ വിജയിച്ചപ്പോഴാണ് അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ മന്ത്രിയാകുന്നത്. അയാൾ വിജയിക്കാൻ പാടുണ്ടോ? ഏയ്, അയാൾ രാജ്യദ്രോഹിയാണ്. അയാൾ വിജയിക്കാൻ പാടില്ല. അരിവാൾ സുന്നിക്കാര് 20 വർഷമായി, 20 വർഷം 2011 മുതൽ ഇങ്ങോട്ട് 11, 16, 21, 26 അല്ലേ, 4 തവണയായി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീനെ പരാജയപ്പെടുത്താൻ വേണ്ടി പഠിച്ച പണി അത്രയും എടുക്കുന്നത്. കാന്തപുരം ഉസ്താദ് എന്തിനു വേണ്ടിയാണ് ഇവിടെ ശംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞത്? അവിടെയാണ് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശംസുദ്ദീൻ എന്ന വ്യക്തി മുസ്ലിം ലീഗുകാരായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹം പ്രാപ്തനല്ലാത്തത് കൊണ്ടല്ല. ആ ക്ലിപ്പിൽ നമ്മൾക്കറിയാം അദ്ദേഹം ക്രൂരമായ ഒരു സംഗതി ചെയ്തു. പാവപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യരായ, ഒരു കുറ്റവും ചെയ്യാത്ത, നാട്ടിലെല്ലാവർക്കും സുസമ്മതനായ ഏതാനും ചില ആളുകളെ ക്രൂരമായിട്ട് അവരുടെ അണികളെ കൊണ്ട് കൊല്ലിപ്പിക്കുകയും ആ കൊന്ന ആളുകൾക്ക് എല്ലാ സപ്പോർട്ടുകളും ചെയ്യുകയും അവരെ ജാമ്യത്തിലിറക്കുകയും ഒക്കെ ചെയ്ത ക്രൂരത കാണിച്ച ഈ ശംസുദ്ദീനെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്? ആ പറഞ്ഞതിലാണോ തെറ്റ്? എന്നിട്ടും ജയിച്ചു എന്നാണ് പറയുന്നത്. ക്രൂരന്മാരിവിടെ ലോകം പായുന്നത്, ഇവിടെ ഭരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചു. കരഞ്ഞു നോക്കി, കരഞ്ഞ് പറഞ്ഞു നോക്കി മണ്ണാർക്കാട്ടിൻ്റെ മണ്ണിൽ. നോ വേ. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദും മറ്റ് പണ്ഡിതന്മാരും നിങ്ങൾ കള്ളു കുടിക്കരുത്, കൊലപാതകം നടത്തരുത്, നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ. കുറച്ചാളുകൾ അംഗീകരിക്കും, കുറേ ആളുകൾ അംഗീകരിക്കുകയില്ല. ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി. ഇപ്പം അദ്ദേഹം ആരാണ്? കേരളത്തിൻ്റെ മന്ത്രിയാണ്. അതിലെന്ത് അത്ഭുതമാണുള്ളത്? ഇപ്പോൾ ട്രംപ് ആരാണ്? അതുപോലെ തന്നെ ഇസ്രായേലിലെ ഭരണാധികാരി ആരാണ്? മോദി ആരാണ്? അമിത്ഷാ ആരാണ്? യോഗി ആരാണ്? ഇവരൊക്കെയും നല്ല നല്ല മനുഷ്യന്മാരാണോ? അവരൊന്നും ക്രൂരത ചെയ്യാത്തവരാണോ? അവരൊക്കെ ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരിക്കുക, അവർ ഭരണം നടത്തുകയല്ലേ? അപ്പോൾ ആ ഭരണം നടത്തിയതിൻ്റെ ആ ക്രെഡിറ്റാണോ പറയാനുള്ളത്? ഇയാൾ ചെയ്ത തെറ്റല്ലേ പറയേണ്ടത്? അയാൾ ചെയ്തത് തെറ്റാണോ അല്ലേ? അതിവന് പറയാൻ കഴിയുന്നില്ല. ഇത്തരം വിഡ്ഢിത്തം ഓരോ യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് പറയാൻ നിങ്ങൾക്ക് ലീഗുകാർക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലാതെ കഴിയില്ല. അതുപോലെ തന്നെ PK ബഷീറിൻ്റെ ഈ ഭീഷണിയുടെ നിങ്ങൾ കൈ വെട്ടും, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ അങ്ങനാക്കും ഇങ്ങനാക്കും എന്ന് പറഞ്ഞ ക്ലിപ്പുകളൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ PK ബഷീറും ഇപ്പോൾ മന്ത്രിയാണ്, ജയിച്ചിട്ടുണ്ട്. അതൊക്കെയും ആ ക്രൂരത പറഞ്ഞതിൻ്റെ പേരിലാണ് ജയിച്ചത്, അല്ലെങ്കിൽ ക്രൂരത പറഞ്ഞത് ഇവിടെ പ്രശ്നമല്ല എന്നാണോ ഇവിടെ വെക്കേണ്ടത്? അല്ലെങ്കിൽ ആ ക്രൂരത പറഞ്ഞ ആളുകളെ, അല്ലെങ്കിൽ ക്രൂരത ചെയ്ത ആളുകളെ തോൽപ്പിക്കണം എന്ന് പറയുന്നതിലാണോ തെറ്റ്? അപ്പോൾ ജനങ്ങളത്, കുറച്ചാളുകൾ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതമല്ലല്ലോ. അത് സാധാരണ ഉണ്ടാകുന്നതാണ്. കുറച്ചാളുകൾ അംഗീകരിക്കും, കുറച്ചാളുകൾ അംഗീകരിക്കില്ല. കുറച്ചാളുകൾ വോട്ട് ചെയ്യും, കുറച്ചാളുകൾ തിരിച്ചു വോട്ട് ചെയ്യും. അതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ കാന്തപുരം പറഞ്ഞെടുത്ത് എന്താ തെറ്റുള്ളത്? കാന്തപുരം പറഞ്ഞത് ശരിയല്ലേ? ഈ ക്രൂരത ചെയ്ത കാരണത്താൽ തോൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ധാരാളം നൂറുകണക്കിന് ആളുകൾ പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്നു, അവർ തോൽക്കുന്നു, ജയിക്കുന്നു. അങ്ങനെ പല തെരഞ്ഞെടുപ്പുകളും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോകസഭ, നിയമസഭ, പല തെരഞ്ഞെടുപ്പുകളും പലരും മത്സരിക്കുന്നു. എന്നാൽ ഇവരൊന്നും പേരെടുത്തിട്ട് ഇവരെ തോൽപ്പിക്കണമെന്നോ ജയിപ്പിക്കണമെന്നോ കാന്തപുരം പറഞ്ഞിട്ടില്ല. ഈ ഒരു വ്യക്തിയെ പറയാനുള്ള കാരണം തന്നെ ആ ക്ലിപ്പിൻ്റെ തുടക്കത്തിൽ കാണാം. ഇത്രയും ക്രൂരത ചെയ്തതാണ്. അവസാനം എന്തായി? ആ ക്രൂരത ചെയ്ത 25ഓളം ആളുകളെ കോടതി ശിക്ഷിച്ചു. ഇപ്പോഴും ജയിലിൽ ഉണ്ട തിന്നുകയാണ്. അതാണ് കാന്തപുരം പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഉണ്ട തിന്ന് കോടതിക്ക് മനസ്സിലായിട്ടില്ലേ? ഇതിനെല്ലാം കൂട്ടുതിന്ന
ഈ എല്ലാറ്റിനും കൂട്ടുനിന്ന ഈ ശംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞതിൽ എവിടെയാണ് തെറ്റുള്ളത്? എന്നിട്ടും ജനങ്ങൾ കുറേ ആളുകൾ അവന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്രൂരന്മാരായ പലരും ഈ ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ വോട്ട് ചെയ്തിട്ട് അവിടെ ഭരണം നടത്തുന്നത്, അത് വേറൊരു വിഷയം. അതല്ലാതെ ഈ പറഞ്ഞതിലാണോ തെറ്റുള്ളത്? പറഞ്ഞതെല്ലാവരും അംഗീകരിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അതുപോലെ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന് എതിരെ പറയാൻ, അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കെതിരെ തിരിയാൻ ഇത് വഹാബികളോ അല്ലെങ്കിൽ മറ്റ് സംഘികളോ ഒക്കെയാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഇതൊക്കെയും ഇസ്ലാമിൻ്റെ പേരിലാണ്. അവിടെയാണ് അത്ഭുതം. ഇസ്ലാമിൻ്റെ പേരിൽ പാവപ്പെട്ട ആളുകളെ കൊന്നതിന് കൊല്ലിപ്പിക്കുകയും കൊല്ലാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ കുറേ വ്യക്തികൾ, അതിനു വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്ന കുറേ യൂട്യൂബർമാർ, അതല്ലേ ഇവിടെ കണ്ടത്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഇത്തരം വിഡ്ഢിത്തങ്ങൾ യൂട്യൂബിൽ പറയുമ്പോൾ ജനങ്ങൾക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. കാന്തപുരം എന്താണ് പറഞ്ഞത്? ജനങ്ങൾ എത്ര അത് അംഗീകരിച്ചിട്ടുണ്ട്? ആരും അംഗീകരിച്ചിട്ടില്ലേ? ഒരൊറ്റ വോട്ട് പോലും എതിരാളിക്ക് കിട്ടിയിട്ടില്ലേ എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറഞ്ഞ വോട്ടിന് കുറച്ച് കൂടുതൽ വോട്ട് ജനങ്ങൾ ചെയ്തിട്ടുണ്ട്, പാർട്ടി എന്നുള്ള നിലക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ പേര് ജയിച്ചിട്ടുണ്ടാകും. അല്ലാതെ അതൊന്നും വലിയ ക്രെഡിറ്റായിട്ട് കാന്തപുരത്തിന് ഇകഴ്ത്താൻ പറ്റിയ നിങ്ങൾക്ക് നമ്പറൊന്നുമല്ല അത്. നിങ്ങൾക്ക് മറ്റു പണി നോക്കാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.